നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ നവംബർ 13 ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ദേശീയ ഹൈദർ ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. വെള്ളക്കരം കുറയ്ക്കുന്ന കാര്യം മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് ധനമന്ത്രി കെ.എം. മാണി. കേന്ദ്ര വിഹിതത്തിന്റെ കുറവാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും കെ.എം. മാണി. റാന്നി അങ്ങാടി നെല്ലിക്കമണ്ണിൽ പ്രവർത്തിക്കുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ സമരം. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ചിലരുടെ ഗൂഢ നീക്കമെന്നും ആരോപണം. റാന്നി പെരുമ്പുഴക്കടവ് റോഡ് വലിയ പാലത്തിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്നു. കണ്ടിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൗനം നടിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ നവംബർ 13 ഉത്തരവ് നടപ്പാക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വീണ്ടും നിലപാട് മാറ്റിയതിനെ തുടർന്നാണ് ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് പരിഗണിക്കുന്നതെന്നാണ് മന്ത്രാലയത്തിനു വേണ്ടി ഹാജരായ പരിസ്ഥിതി സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ അറിയിച്ചത്. ജസ്റ്റിസ് സുരേന്ദ്രകുമാർ അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നേരത്തെ കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ് പരിഗണിക്കുന്നതെന്നാണ് കേന്ദ്രം ട്രൈബ്യൂണലിനെ അറിയിച്ചിരുന്നത്. കസ്തൂരിരംഗനിൽ കരട് വിജ്ഞാപനം പുറത്തിറക്കിയതായും പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിസ്ഥിതി സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകിയിരുന്നത്. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിലപാടുകൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്ന് ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു. 2 വർഷത്തിലധികം സമയമാണ് മന്ത്രാലയം പാഴാക്കിയത്. വിഷയത്തിൽ അവ്യക്തത തുടരുന്നതിനാൽ അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ നവംബർ 15 ഉത്തരവ് നടപ്പാക്കണമെന്നാണ് ട്രൈബ്യൂണൽ വാക്കാൽ നിർദ്ദേശിച്ചത്. ജനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ വെള്ളക്കരം കുറയ്ക്കുന്ന കാര്യം മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് ധനമന്ത്രി കെ.എം. മാണി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ വിഹിതത്തിലുള്ള കുറവാണെന്നും ധനമന്ത്രി കെ.എം. മാണി പറഞ്ഞു. കഴിഞ്ഞ വർഷം കേന്ദ്ര വിഹിതത്തിൽ 1100 കോടി രൂപയുടെ കുറവുണ്ടായി. ഗണ്യമായി ഈ കുറവ് പരിഹരിക്കാനാണ് നടപടിയെന്നും മാണി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ വർദ്ധിപ്പിച്ച വെള്ളക്കരം കുറയ്ക്കണമെന്ന് KPCC സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 20,000 ലിറ്റർ വരെ കൂട്ടാൻ പാടില്ല. സ്ലാബുകൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്നും KPCC സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരള സുവോളജിക്കൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ദക്ഷിണ മേഖല സൂഫെസ്റ്റ് റാന്നി സെന്റ് തോമസ് കോളേജ് സുവോളജി വിഭാഗത്തിന്റെ സഹകരണത്തോടെ 23 തീയതി രാവിലെ 9:30 മുതൽ കോളേജ് സെമിനാർ ഹാളിൽ നടക്കും. 1, 3, 5 സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, കാർട്ടൂൺ, അടിക്കുറിപ്പെഴുത്ത്, വിവർത്തനം, ഡിബേറ്റ്, ദൃശ്യാവിഷ്കാരം തുടങ്ങിയ വിഷയങ്ങളിൽ പഠനാധിഷ്ഠിത മത്സരങ്ങളും നടക്കും. സൂഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം വി കുര്യാക്കോസ് നിർവഹിക്കും. ഡോക്ടർ ഷേർലി ആനി ഉമ്മൻ അധ്യക്ഷയായിരിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചേക്കോട്ട് ഏജൻസീസ് ചാലിങ്കൽ ബിൽഡിംഗ് ഫെഡറൽ ബാങ്കിന് എതിർവശം പഴവങ്ങാടി റാന്നി. ബ്രാൻഡഡ് PC, അസംബിൾഡ് PC, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മോഡംസ്, ചിപ്പ് ലെവലിംഗ്, CCTV ക്യാമറ, നെറ്റ്വർക്കിംഗ്, ലാപ്ടോപ്പ് തുടങ്ങിയവ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുവാൻ ചേക്കോട്ട് ഏജൻസീസ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിംഗ്, പഴവങ്ങാടി, റാന്നി. ഫോൺ 04735 225056, 9946600080, 8943344044. കൂടുതൽ വിവരങ്ങൾക്ക് www.chekotagencies.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. അങ്ങാടി നെല്ലിക്കമണ്ണിൽ പ്രവർത്തിച്ചു വരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം നടന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിലേറെയായി റാന്നി ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ പ്രാർത്ഥനാ യോഗ കെട്ടിടത്തിലാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ റാന്നി നെല്ലിക്കമണ്ണിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു വിഭാഗം നടത്തുന്ന നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് നെല്ലിക്കമണ്ണിൽ ജനകീയ സമരം ആരംഭിച്ചു. കടുപുഴയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാറ്റി സ്ഥാപിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. റാന്നി ക്രിസ്തോസ് മാർത്തോമ ഇടവകയുടെ നെല്ലിക്കമണ്ണിനുള്ള പ്രാർത്ഥനായോഗം കെട്ടിടത്തിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇവിടെയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. റാന്നി വലിയ പാലം തകർന്നപ്പോൾ അങ്ങാടി പഞ്ചായത്ത് നിവാസികൾക്ക് റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് അങ്ങാടി പഞ്ചായത്തിന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അനുവദിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുവാനുള്ള നീക്കം എന്തു വില കൊടുത്തും എതിർക്കുമെന്നുള്ള തീരുമാനമാണ് സമരസമിതിക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയിലെ ചില അംഗങ്ങളുമാണ് ഈ നീക്കത്തിനു പിന്നിലെന്നാണ് സമരസമിതിക്കാർ ആക്ഷേപിക്കുന്നത്. തങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന സോണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സമരം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വലിയകാല ഉദ്ഘാടനം ചെയ്തു. അന്ന് നമ്മൾ ആരംഭിച്ചപ്പോൾ ഉള്ള സ്ഥലപരിമിതിയേ ഉള്ളൂ. ഇന്നും ഇതിനു മുന്നേ പല ഡോക്ടർമാരൊക്കെ ഇത് വന്നുപോയി. എല്ലാവർക്കും അറിയാം, അല്പം പരിമിതികൾ നമുക്ക് കുറവാണ്. നമുക്കറിയാം, ഏതൊരു ആശുപത്രി എടുത്താലും പരിമിതികൾ പലതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട നടപടി എന്ന് പറയുന്നത് ആശുപത്രിക്കാർ നമ്മളെ ഇതിന് സ്ഥലം പോരായ്മകളൊന്നും നമ്മളെ ഇതിന് രേഖാമൂലം അറിയിച്ചിട്ടില്ല. പിന്നെ ഇതൊരു രാഷ്ട്രീയപരമായ നീക്കങ്ങളൊന്നുമല്ല, ഇത് ജനങ്ങളുടെ പൊതുവിലുള്ള ഒരു ആവശ്യമാണിത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ല. ഈ ഒരു വാടകയ്ക്കിരിക്കുന്ന ഒരു കെട്ടിടം വേറൊരു സ്ഥാനത്തോട് വാടകയ്ക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അതേസമയം നമ്മൾ പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി കെട്ടിടം പണിയുവാണെങ്കിൽ നമുക്ക് ആരുടെ അനുവാദമില്ലാതെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ നെല്ലിക്കവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും നെല്ലിക്കവനിൽ നിന്ന് മാറ്റുവാൻ ജനങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ അതിന് പിന്തുണയുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയോഗ അംഗങ്ങൾ നമ്മുടെ ഇന്നലെ കമ്മിറ്റി കൂടിയപ്പം ഇതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഈ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചാലും നമ്മളത് ചെയ്തു കൊടുക്കാമെന്ന് നമ്മുടെ പ്രാർത്ഥനാ യോഗ അംഗങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയപരമായ ഒരു നീക്കമാണെന്ന് ആരും വിചാരിക്കരുത്. ഇത് 13ാം വാർഡിലെ ഒരു ആവശ്യമായതുകൊണ്ട് മാത്രമാണ്, ഞാൻ ഈ വാർഡിലെ മെമ്പർ ആയതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർക്കും ജീവനക്കാർക്കും അടിസ്ഥാന സൗകര്യ കുറവുണ്ട്. അതിൻ്റെ പേരിലാണ് ഇത് മാറുന്നത് എന്ന് അറിയുകയില്ല. അടിസ്ഥാന സൗകര്യം കുറവാണെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ആരുടെ കീഴിലാണ്, ആരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് അതെന്ന് മനസ്സിലാക്കുക. ആ കെട്ടിട ഉടമയോട് അല്ലെങ്കിൽ ആ സഭയോട് അടിസ്ഥാന സൗകര്യത്തിന്റെ കുറവുണ്ട്, അത് നികത്തി തരണം എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ തന്നെ പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടാവും. KS എബ്രഹാം കാച്ചനാത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KT ശശി, സമരസമിതി കൺവീനർ PV ബിജു, സമരസമിതി രക്ഷാധികാരി സുജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കിടക്കാനുള്ള സൗകര്യമില്ല, ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സാധ്യതകളില്ല. അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു റാന്നിയെ സംബന്ധിച്ച്. എന്നാൽ റാന്നി നിയോജക മണ്ഡലം എല്ലാ നിലയിലും പുരോഗതി പ്രാപിച്ചു. പക്ഷെങ്കിൽ ഈ പ്രദേശം മാത്രം പുരോഗതിയിലേക്ക് നീങ്ങുവാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആളുകളുടെ അനൈക്യമെന്നോ നിസ്സഹകരണമെന്നോ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യബോധത്തോടുകൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ മനുഷ്യ ജീവികൾ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ ചിന്താഗതികൾ മാറ്റിവെച്ച് ഈ പൊതുകാര്യത്തിൽ ആരാരെ നയിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായി എന്തിനു വേണ്ടി ഈ സ്ഥാപനം ഇവിടെ വരുവാനായിട്ട് സാധിച്ച പശ്ചാത്തലം ചിന്തിക്കണം. സിറ്റി ന്യൂസ് റാന്നി. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിയുള്ളവരുടെ ഗ്രൂപ്പായ പ്രശാന്തി നിലയം സ്വയം സഹായ സംഘത്തിന്റെ വാർഷികം നടന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് ഉദ്ഘാടനം ചെയ്തു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിയുള്ളവരുടെ ഗ്രൂപ്പായ പ്രശാന്തി സ്വയം സഹായ സംഘത്തിന്റെ വാർഷികം പഴവങ്ങാടി UP സ്കൂളിൽ നടന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗ്രൂപ്പുകൾക്കേ പറ്റത്തുള്ളൂ. വ്യക്തിഗത ആനുകൂല്യമൊന്നും ബ്ലോക്കിൽ നിന്ന് കൊടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്ത് ഗ്രൂപ്പുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ധാരാളം തൊഴിലുകളൊക്കെ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ തൊഴിലുകൾ, ചെറിയ യൂണിറ്റുകളൊക്കെ രൂപം കൊണ്ട് അതിന് വേണ്ടുന്ന ധനസഹായമൊക്കെ ബ്ലോക്കിൽ നിന്നായാലും മറ്റ് ബാങ്കുകളിൽ നിന്നായാലും അതിന് ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു സംഘം രൂപീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞന്തുരുത്തിയിൽ, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ
ജെസി അലക്സ്, ഷൈനി രാജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോർജ് ഫിലിപ്പ്, കുടുംബശ്രീ മിഷൻ പഞ്ചായത്ത് ചെയർപേഴ്സൺ മോളി മാത്യു, UDF റാന്നി നിയോജകമണ്ഡലം കൺവീനർ ആലിച്ചനാറുന്നിൽ, സൊസൈറ്റി ഫോർ ദി ഡിസേബിൾഡിന്റെ രക്ഷാധികാരി വർഗീസ് മത്തായി നാക്കോലയ്ക്കൽ, പ്രശാന്തി സ്വയം സഹായ സംഘം പ്രസിഡന്റ് സനീഷ് വി ശർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, മാനസിക വൈകല്യം നേരിടുന്ന അംഗങ്ങൾ അവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു സ്വയം സഹായ സഹകരണ സംഘം ഇന്നിവിടെ രജിസ്റ്റർ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. മകര ബ്ലോക്കിൻ്റെ ആര്യാദ പ്രസിഡന്റ് ശ്രീമതി സൂസിയൻ അലക്സാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രമേ അത് ലഭിക്കുവാനായിട്ട് കഴിയുള്ളൂ. സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു കുറ്റം കൊണ്ടല്ല. സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെ തികഞ്ഞവരാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മാനസികമായും ശാരീരികമായും ഒക്കെയും വേദനകൾ അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ തിങ്ങിപ്പാർക്കുന്നത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു രീതിയാണ് നമുക്ക് കണ്ടുവരുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ കൂട്ടായ പ്രവർത്തനം സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ അതുപോലെ മാനസികവും ശാരീരികമായ വളർച്ചയ്ക്ക് ഇതൊക്കെ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നീട് ഒരു അസുഖം വന്നാണ് അവന് ഇത്തരത്തിലെ ബുദ്ധിമുട്ടുണ്ടായത്. അതുകൊണ്ടായിരിക്കാം കൂടുതൽ കാര്യങ്ങൾ ഇത്തരത്തിലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുള്ളവരെ ശ്രദ്ധിക്കുന്നതിനും അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഉള്ള ശ്രമം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വ്യവസായ വികസന കേന്ദ്രവുമായിട്ട് ചേർന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പദ്ധതികൾ ആവിഷ്കരിച്ച് ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നതിനുള്ള സംരംഭങ്ങൾ നടത്താൻ പറ്റും. സിറ്റി ന്യൂസ് റാന്നി. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും APL, BPL, AAY ഭേദമില്ലാതെ 1 കിലോഗ്രാം ഓണം സ്പെഷ്യൽ പഞ്ചസാര 13 രൂപ 50 പൈസ നിരക്കിൽ ഈ മാസം 30 വരെ റേഷൻ കടകളിൽ നിന്നും ലഭിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. റാന്നി പെരുമ്പുഴക്കടവ്, വലിയ പാലത്തിന് സമീപം എന്നിവിടങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്നു. പെരുമ്പുഴക്കടവിൽ പൊന്തക്കാടുകൾ വളർന്നു നിൽക്കുന്നത് മാലിന്യ നിക്ഷേപത്തിന് കൂടുതൽ സൗകര്യപ്രദമാണ്. ഇഴജന്തുക്കളുടെ ശല്യവും ഈ ഭാഗങ്ങളിൽ കൂടുതലായുണ്ട്. റാന്നി പെരുമ്പുഴ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെയും ഹോട്ടലുകളിലെയും തട്ടുകടകളിലെയും മലിനജലം, ഭക്ഷണപദാർത്ഥങ്ങളിലെ വേസ്റ്റ് എന്നിവ തള്ളുന്നത് റാന്നി വലിയ പാലത്തിനോട് ചേർന്ന് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്താണ്. അന്യസംസ്ഥാനക്കാർ താമസിക്കുന്ന ലോഡ്ജുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും കൊണ്ട് തള്ളുന്നത് ഇപ്പോൾ ഇവിടെയാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലാക്കിയാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ഇത് പരിസരവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്. മാലിന്യങ്ങൾ കാക്ക കുത്തിവലിച്ച് സമീപത്തെ വീടുകളിലെ കിണറുകളിൽ തള്ളുകയാണ്. മഴക്കാലത്ത് ഈ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് പമ്പാ നദിയിലേക്കാണ്. പെരുമ്പുഴയ്ക്ക് അക്കരെ പേട്ട ഉപാസന കടവിനോട് ചേർന്ന മണൽപ്പരപ്പിൽ വിസർജ്യ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ മാലിന്യങ്ങളെല്ലാം കലരുന്നത് പമ്പയിലാണ്. നടപടിയെടുക്കേണ്ടവർ നിശബ്ദരായതാണ് മുഖ്യ കാരണം. പെരുമ്പുഴ കടവിലേക്ക് ഇറങ്ങുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും കുറ്റിക്കാടുകൾ വളർന്നു നിൽക്കുകയാണ്. ഇഴജന്തുക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. വഴിവിളക്ക് സ്ഥാപിച്ചിട്ടില്ലാത്തതും സാമൂഹ്യവിരുദ്ധർക്ക് അനുഗ്രഹമായിട്ടുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന ബോർഡൊക്കെ പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രയോജനമൊന്നുമില്ലെന്നു മാത്രം. സിറ്റി ന്യൂസ് റാന്നി. റാന്നി വാഗമുക്ക് റൂട്ടിൽ KSRTC ബസ് സർവീസ് നിർത്തലാക്കി. ബസ് സർവീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് വാഗമുക്ക് വാർഡ് BJP പ്രവർത്തകർ റാന്നി KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് മുമ്പിൽ ധർണ നടത്തി. റാന്നി നിയോജകമണ്ഡലം പ്രസിഡന്റ് PB അനോജ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. റാന്നി വാഗമുക്ക് KSRTC സർവീസ് നിർത്തലാക്കിയതിനെതിരെയായിരുന്നു BJP വാഗമുക്ക് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്നി KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ധർണ നടത്തിയത്. കള്ളവാഗ്ദാനങ്ങൾ അവസാനിപ്പിക്കുക. ജനപ്രതിനിധികൾ നീതി പാലിക്കുക. ഉടൻ പുനരാരംഭിക്കുക.
ഒരു മാസം മുമ്പാണ് റാന്നി വാഗമുക്ക് റൂട്ടിൽ KSRTC ബസ് സർവീസ് ആരംഭിച്ചത്. റാന്നിയുടെ പരിസര പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് വാഗമുക്ക്. തദ്ദേശവാസികളുടെ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. അവസാനം ഒരു മാസം മുമ്പാണ് റാന്നിയിൽ നിന്നും വാഗമുക്കിലേക്ക് KSRTC ട്രിപ്പ് ആരംഭിച്ചത്. രാജു എബ്രഹാം MLA ആയിരുന്നു ബസ് റൂട്ടിന്റെ ഉദ്ഘാടനം നടത്തിയത്. നാട്ടുകാർ വളരെ ആവശ്യത്തോടെയായിരുന്നു പുതിയ ബസ്സിനെ വരവേറ്റത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ബസ് റൂട്ട് നഷ്ടത്തിലാണെന്ന കാരണം പറഞ്ഞ് KSRTC അധികൃതർ പിൻവലിച്ചു. 150 രൂപ മാത്രമാണ് കളക്ഷനായി ലഭിക്കുന്നതെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. എന്നാൽ ഏതാണ്ട് 5000 രൂപയ്ക്കടുത്ത് കളക്ഷൻ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ BJP റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് PV അനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സർവീസ് മൂലം പല ജനങ്ങളും ഇതിനെ ആശ്രയിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഓണത്തിന് ശേഷം ഈ സർവീസ് ഉണ്ടായില്ല. അതിന് തൊട്ട് മുമ്പായിട്ട് ജനപ്രതിനിധികളുടെ ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് സർവീസ് സ്ഥാപിച്ചു കൊടുത്തു എന്ന നിലയിൽ ഫ്ലക്സ് ബോർഡുകൾ ജനങ്ങൾ പിരിവെടുത്ത് വെച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനുശേഷം ഓണത്തിന് ശേഷം ഒറ്റ ദിവസം പോലും സർവീസ് നടത്തുന്നില്ല. ഇവർ 250ഓളം പേര് ഒപ്പിട്ടൊരു നിവേദനം ഇവിടെ ബന്ധപ്പെട്ട ഓഫീസിൽ കൊടുക്കുകയുണ്ടായി. ഉടൻ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇവരൊന്ന് അന്വേഷിക്കാൻ വന്നപ്പോഴും തക്കതായ ഒരു മറുപടി കൊടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി 25-ാം തീയതി മുതൽ ഈ സർവീസ് പുനരാരംഭിക്കാം എന്ന ഉറപ്പിന്മേലാണ് ഇന്ന് ഇവരോട് വെച്ച് ഈ ടിക്കറ്റിംഗ് അവസാനിപ്പിച്ച് പിരിയാൻ തീരുമാനിച്ചിട്ടുള്ളത്. 25-ാം തീയതിക്ക് ശേഷം അച്ചിലിപ്പാറ നിവാസികൾക്ക് ഉപകാരപ്രദമായ നിലയിൽ ആ സർവീസ് തുടങ്ങുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുടെ വേദിയായിട്ട് ഈ KSRTC അങ്കണം മാറ്റും. PS രവീന്ദ്രൻ, അനിൽ, സന്തോഷ്, അനു സമാധാനം തുടങ്ങിയവർ പ്രസംഗിച്ചു. 40 വർഷമായിട്ടുള്ള വലിയ പതാൽ അച്ചിലിപ്പാറ വാഗമുക്ക് കൂത്താന നിവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ റൂട്ടിൽ കൂടെ ബസ് വരിക എന്നുള്ളത്. ആ ബസ് കഴിഞ്ഞ 2 ആഴ്ച ഓടുകയും പിന്നെ 2 ആഴ്ച കട്ടപ്പുറത്തും കയറ്റിയെത്തിക്കുന്ന സ്ഥിതിയാണ് അവിടെ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടായിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ സാധാരണപ്പെട്ട ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണം. അതിനുവേണ്ടി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മുൻകൈയിട്ട് എത്രയും പെട്ടെന്ന് ആ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് പുനരാരംഭിക്കണം എന്ന് മാത്രമാണ് പറയാം. നിയോജക മണ്ഡലം പ്രസിഡന്റ് PV അനോജ് കുമാറും KSRTC ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ വെളിച്ചത്തിൽ ഈ മാസം 25-ാം തീയതി തന്നെ സർവീസ് പുനരാരംഭിക്കുമെന്ന് KSRTC അധികൃതർ നൽകിയ ഉറപ്പിനെ തുടർന്ന് BJP പ്രവർത്തകർ ഉപരോധം പിൻവലിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് MI ജോസഫ് ഫ്രാൻസിസ് ഒക്ടോബർ 6, 7, 8, 9 തീയതികളിൽ തിരുവനന്തപുരം ഓംബുഡ്സ്മാൻ കാര്യാലയത്തിൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ 7-ന് പത്തനംതിട്ട ജില്ലയിലെ കേസുകൾ പരിഗണിക്കും. അന്നേ ദിവസം പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി സമർപ്പിക്കാം. ഇടവേള. വാർത്തകൾ തുടരുന്നു. ലോക അൽഷിമേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ദിനാചരണം നടന്നു. KGMO ഹാളിൽ ജില്ലാ കളക്ടർ S. ഹരികിഷോർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ട്രസ്റ്റ് ജില്ലയിലെ ബുദ്ധിമാന്ദ്യമുള്ളവരുടെ രക്ഷിതാക്കൾക്കായി അനുവദിച്ച ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ജില്ലാ കളക്ടർ S. ഹരികിഷോർ വിതരണം ചെയ്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തെന്നിലാപുരം രാധാകൃഷ്ണനെ വീട് കയറി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം ജില്ലാ പ്രസിഡന്റ് PH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ജോഷി ജോസഫ്, അജി പാലമല, മനോജ്, സന്തോഷ് മാതൃക, അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിര്യാതരായി റാന്നി മക്കപ്പുഴ പെരുമേത്ത് ശങ്കർ മോൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം 23-ാം തീയതി ചൊവ്വാഴ്ച 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ചേത്തക്കൽ വണ്ടങ്കൽ കുടുംബാംഗം ഉഷയാണ് ഭാര്യ. ദേവി, ഉമേഷ്, മഹേഷ് എന്നിവർ മക്കളും ജയൻ മരുമകനുമാണ്. റാന്നി ചക്കിട്ടാമ്പൊയ്ക ബ്രദറൻ സഭാ സുവിശേഷകൻ മാടപ്പാട്ട് MM തോമസ് കുഞ്ഞുഞ്ഞ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം 24-ാം തീയതി ബുധനാഴ്ച 1 മണിക്ക് ചക്കിട്ടാമ്പൊയ്ക നോയൽ ബ്രദറൻ സഭാ സെമിത്തേരിയിൽ നടക്കും. ഭാര്യ അന്നമ്മ റാന്നി മരംകൊള്ളിൽ കുടുംബാംഗമാണ്. ശാന്തമ്മ, ലീലാമ്മ, തങ്കമ്മ, കൊച്ചുമോൾ എന്നിവർ മക്കളും ജോണി, സണ്ണി, മനോജ്, ഐസക് ജോസഫ് എന്നിവർ മരുമക്കളുമാണ്. റാന്നി അഞ്ചാനി ഇടയപറമ്പിൽ പരേതനായ EI എബ്രഹാമിന്റെ ഭാര്യ ചിന്നമ്മ എബ്രഹാം നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. പരേത കുറ്റൂർ പ്ലാഞ്ചുവട്ടിൽ കുടുംബാംഗമാണ്. EI ജോസ്,
എ തോമസ് കുട്ടി, സാജി, എബ്രഹാം, ശോശാമ്മ, ലീലാമ്മ, സുജ എന്നിവർ മക്കളാണ്. റാന്നി കരിങ്കുറ്റിയിൽ പരേതനായ CM എബ്രഹാമിന്റെ അവറാച്ചന്റെ ഭാര്യ കുഞ്ഞമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം 23-ാം തീയതി ചൊവ്വാഴ്ച 1:30 ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് റാന്നി ക്രിസ്തോസ് മർത്തമ്മ പള്ളിയിൽ നടക്കും. ജോയി, അനിയൻ, രാജൻ, പൊന്നച്ചൻ, ബാബു, മോളി, സണ്ണി, വത്സ എന്നിവർ മക്കളും. തങ്കമ്മ, അമ്മിണി, മോളി, ഗ്രേസി, കുഞ്ഞുമോൻ, ലീലാമ്മ, സജി, പരേതയായ ശോശാമ്മ എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ നവംബർ 13 ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ദേശീയ ഹൈദർ ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. വള്ളക്കരം കുറയ്ക്കുന്ന കാര്യം മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് ധനമന്ത്രി KM മാണി. കേന്ദ്രവിഹിതത്തിന്റെ കുറവാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും KM മാണി. റാന്നി അങ്ങാടി നെല്ലിക്കമണ്ണിൽ പ്രവർത്തിക്കുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ സമരം. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ചിലരുടെ ഗൂഢ നീക്കമെന്നും ആരോപണം. റാന്നി പെരുമ്പുഴക്കടവ് റോഡ് വലിയ പാലത്തിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുന്നു. കണ്ടിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൗനം നടിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.